നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പരാമർശങ്ങൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണോ? ട്രംപിന്റെ സമ്മർദ്ദത്തിലാണ് പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചതെന്ന കോൺഗ്രസ് ആരോപണത്തിന് പിന്തുണ കിട്ടുന്നില്ലെങ്കിലും രാഷ്ട്രീയമായി ഈ വിഷയം രാഹുൽ ആവർത്തിക്കുകയാണ്. ട്രംപ് ആവശ്യപ്പെട്ടു, മോദി സമ്മതിച്ചു എന്ന രീതിയിൽ നരേന്ദ്ര സറണ്ടർ എന്ന പരിഹാസം നിർത്തുന്നില്ല രാഹുൽ ഗാന്ധി. സർവകക്ഷി സംഘത്തെ നയിച്ച് അമേരിക്കയിലെത്തിയ ശശി തരൂർ രാഹുലിന്റെ ആരോപണം തള്ളിയിട്ടും രാഹുൽ പിന്മാറിയിട്ടില്ല. നരേന്ദ്ര സറണ്ടറിന് പിന്നിലെ ലക്ഷ്യമെന്താണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്ര സറണ്ടർ എന്ന പരാമർശം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഈ നിലപാടിനെക്കുറിച്ച് ന്യൂസ് 18 രാജ്യവ്യാപകമായി നടത്തിയ സർവേയുടെ ഫലം പുറത്തുവിടുകയാണ്. ട്രംപിന് വഴങ്ങിയാണ് വെടിനിർത്തലിന് പ്രധാനമന്ത്രി തയ്യാറായത് എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണമായിരുന്നു സർവേക്ക് ആധാരം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: കോൺഗ്രസിന്റെ നരേന്ദ്ര സറണ്ടർ പരാമർശത്തോട് യോജിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിന് യോജിക്കുന്നില്ല എന്നാണ് 87.55% ആളുകളും അഭിപ്രായം രേഖപ്പെടുത്തിയത്. കോൺഗ്രസിന്റെ നരേന്ദ്ര സറണ്ടർ എന്ന പരാമർശത്തോട് യോജിക്കുന്നവർ 12.45%. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: പ്രധാനമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ ദേശ താൽപര്യത്തിന് എതിരോ? ഈ ചോദ്യത്തിന് ദേശ താൽപര്യത്തിന് എതിരാണെന്ന് 75.65% ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി. അതേസമയം 24.35% കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ദേശ താൽപര്യത്തിന് എതിരല്ല എന്ന നിലപാടാണ് എടുത്തത്. മൂന്നാമത്തെ ചോദ്യം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിരമായി ശക്തമായ നിലപാടെടുക്കുന്നുണ്ടോ എന്നായിരുന്നു. ഈ ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ നിലപാട് ശക്തമെന്നായിരുന്നു 88.06% ആളുകളുടെയും നിലപാട്. അതേസമയം 11.94% ആളുകൾ ദേശസുരക്ഷയിൽ പ്രധാനമന്ത്രി എടുക്കുന്ന നിലപാട് ശക്തമല്ല എന്ന നിലപാടെടുത്തവരാണ്. നാലാമത്തെ ചോദ്യം: നരേന്ദ്ര സറണ്ടർ പോലെയുള്ള പരാമർശങ്ങൾ നടത്തുന്ന കോൺഗ്രസ് സൈന്യത്തോട് ആദരം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നായിരുന്നു. ഈ ചോദ്യത്തിന് സൈന്യത്തോട് കോൺഗ്രസ് ആദരം കാട്ടുന്നു എന്ന നിലപാടെടുത്തത് 13.73% ആളുകളാണ്. അതേസമയം കോൺഗ്രസ് സൈന്യത്തോട് ആദരവ് കാട്ടുന്നില്ല എന്ന് 86.27% ആളുകളുടെ അഭിപ്രായം. അഞ്ചാമത്തേത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അയൂബ് ഖാനുമായി സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച് ജവഹർലാൽ നെഹ്റു രാജ്യ താൽപര്യം ബലികഴിച്ചു. ഇതാണ് BJPയുടെ ആരോപണം. ഈ ആരോപണം ശരിയോ എന്ന ചോദ്യത്തിന് 83.38% ആളുകളും യോജിപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു. അതായത് അയൂബ് ഖാനുമായി സിന്ധു നദീജല കരാർ ഒപ്പിട്ട ജവഹർലാൽ നെഹ്റു ദേശ താൽപര്യം ബലി കഴിച്ചു എന്നുള്ള നിലപാടെടുത്തവരാണ് കൂടുതലും, 83.38%. അതേസമയം 16.62% ആളുകൾ BJPയുടെ ആരോപണം തള്ളിക്കളയുകയാണ്. ന്യൂസ് 18 വെബ്സൈറ്റിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയും ടെലിവിഷൻ ചാനൽ QR കോഡ് ഉപയോഗിച്ചുമായിരുന്നു ഈ സർവേ നടത്തിയത്. സർവേയുടെ ഫലങ്ങളാണ് പുറത്തുവിട്ടത്. നരേന്ദ്ര സറണ്ടർ എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശവും അത് കോൺഗ്രസ് ഏറ്റെടുത്തതുമായിരുന്നു ഈ സർവേക്ക് ആധാരം. കോൺഗ്രസിന്റെ ഈ നിലപാടിനോട് ഭൂരിപക്ഷം ആളുകളും എതിർപ്പാണ് രേഖപ്പെടുത്തിയത്. അതേസമയം നരേന്ദ്ര സറണ്ടർ എന്നുള്ള പരിഹാസം ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഇതേ പരാമർശം ആവർത്തിച്ചു. അതേസമയം ശശി തരൂർ അമേരിക്കയിൽ വെച്ച് തന്നെ ഈ ആരോപണം തെറ്റാണ് എന്ന നിലപാടെടുക്കുകയായിരുന്നു. അദ്ദേഹം ട്രംപിന്റെ നിലപാട് ട്രംപ് അഭ്യർത്ഥിച്ചതുകൊണ്ടല്ല വെടിനിർത്തലിന് ഇന്ത്യ സമ്മതിച്ചത് എന്ന നിലപാടാണ് ശശി തരൂർ അമേരിക്കയിൽ വെച്ച് സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട് അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ എടുത്ത നിലപാട്. ഇന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. നരേന്ദ്ര സറണ്ടർ എന്ന ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ലക്ഷ്യമെന്താണ്? ഈ ചർച്ചയിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ റോണി കെ ബേബി, ശ്രീ മോഹൻ വർഗീസ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, സർവേയുടെ ഫലം കണ്ടുവല്ലോ. ഇത് ഒരു പൊതുവായ ഒരു നിലപാടായിട്ട് തോന്നുന്നുണ്ടോ? കോൺഗ്രസിന്റെ ഈ നരേന്ദ്ര സറണ്ടർ എന്നുള്ള ആരോപണം അത് യോജിക്കാനാവാത്ത ഒന്നായിട്ടാണോ താങ്കൾ വിലയിരുത്തുന്നത്? സർവേയുടെ ഫലം ദേശവ്യാപകമായി CNN ന്യൂസ് 18 നെറ്റ്വർക്ക് നടത്തിയ സർവേ, അത് കോംപ്രഹെൻസീവ് സർവേ ആണെന്ന് മനസ്സിലാക്കുന്നു. അതിൽ മൂഡ് ദ നേഷൻ പ്രതിഫലിക്കുകയാണ്. ഒരു മാസത്തിന് ശേഷം
ഈ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങി ഒരു മാസത്തിന് ശേഷം നടക്കുന്ന സർവേയിൽ ജനം എന്താണ് ചിന്തിക്കുന്നത്, ഗവൺമെന്റിന്റെ നിലപാടുകളോടുള്ള, ഗവൺമെന്റ് നയങ്ങളോടുള്ള ജനത്തിന്റെ പൊതു പ്രതികരണം എന്താണ്, പ്രതിപക്ഷം ക്രിയാത്മകമായ ഒരു റോളാണ് വഹിക്കുന്നത്, ഈ വക ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഒരുപക്ഷെ ന്യൂസ് 18 നെറ്റ്വർക്ക് തേടിയത്. അതിൽ കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് കോൺഗ്രസിന് ദേശവ്യാപകമായി ലഭിക്കുന്ന പിന്തുണയ്ക്ക് സമാനമായ കാര്യമാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ മൊത്തമായിട്ടല്ല, കോൺഗ്രസിന്റെ മാത്രം ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 20% വോട്ട് ഷെയറാണ് കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. സീറ്റുകളുടെ എണ്ണം 99 സീറ്റുകളും. അപ്പൊ അതിന് സമാനമായ രീതിയിലാണ് 20-ന് തൊട്ട് മുകളിലോ താഴെയോ ഉള്ള ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ. ഒരിക്കൽ പോലും ഈ 25% കൂടുതൽ, ഈ 7-8 പാരാമീറ്റേഴ്സ് ചോദിച്ചപ്പോൾ ഒന്നിൽ പോലും 25% കൂടുതൽ പിന്തുണ പ്രതിപക്ഷത്തിന് നേടാനാവുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് അനുകൂലമായി നേടാനാവുന്നില്ല എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെയും രാജ്യത്തിന്റെ ഒരു സൈന്യത്തിന്റെയും എല്ലാം പിന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ വിദേശ നയത്തിന്റെ പിന്നിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു ജനതയുടെ മനസ്സാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ആവശ്യമെന്ന് പറയുന്നത് ഏതാണ്ട് ഇത് തന്നെയാണ്. ദിസ് ഇസ് എ ക്രൈസിസ് സിറ്റുവേഷൻ, നേഷൻ വാസ് ഫേസിംഗ് എ ക്രൈസിസ്. അതായത് ഒരു ആക്രമണം വെളിയിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ അതിർത്തി കടന്നു വരുന്ന ഒരു ഭീകരത, അതൊരു പെരനിയൽ പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തെ നമ്മൾ നേരിടാൻ വേണ്ടി ഇന്ത്യ എടുത്ത ഒരു ദീർഘകാല പോളിസിയാണ് ഇത്. ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം അഫെയർ, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പഹൽഗാം എന്ന് പറയുന്നത് അവസാനത്തെ ആക്രമണമായിരിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി അതുകൊണ്ടാണ് സിന്ധു നദീജല കരാർ ഉൾപ്പെടെയുള്ളത് ആബ്രോഗേറ്റ് ചെയ്യുന്നതിലേക്ക്, അതിശക്തമായ നിലപാടുകളിലേക്ക്, നടപടികളിലേക്ക് ഇന്ത്യയെ നയിച്ചതിന് പിന്നിൽ ഇങ്ങനെ ഒരു തീരുമാനമാണ്. ഇനി ഒരു ഭീകര ആക്രമണം ഉണ്ടാവരുത്. അങ്ങനെയെങ്കിൽ പക്ഷേ അവിടെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുമ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലേ എന്നുള്ള കാര്യം. കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ എന്താണ് എന്ന് ചോദിക്കുവാൻ പോലും ഇവിടെ പ്രതിപക്ഷത്തിന് അർഹതയില്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടല്ലോ. രാഹുൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, ഒരുപക്ഷെ കോൺഗ്രസ് മാത്രമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആം ആദ്മി പാർട്ടി പോലും പിന്മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി ഇപ്പോൾ വന്നിരിക്കുകയാണോ രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതി? ഇത് അർഹതയുടെ വിഷയമല്ല. ഹി ഈസ് ദ റൈറ്റ് മാൻ. മിസ്റ്റർ രാഹുൽ ഗാന്ധി ഈസ് ദ റൈറ്റ് മാൻ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളും റെലവന്റ് ആണ്, അല്ല എന്ന് പറയുന്നില്ല. ഇവിടെ ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എത്ര വിമാനങ്ങൾ താഴെ പോയി അത് ചോദിക്കാം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ചോദിക്കാം. നമ്മുടെ ദീർഘകാലമായി നമുക്കുണ്ടായിരുന്ന നയം, അതായത് 72 മുതൽ ഉണ്ടായിരുന്ന ബൈലാറ്ററലിസം, ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുക എന്ന നയം കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രംപിന്റെ മധ്യസ്ഥത സ്വീകരിച്ചോ ചോദിക്കാം. വിദേശകാര്യമന്ത്രി ജയശങ്കർ മുൻകൂട്ടി പാകിസ്ഥാനെ അറിയിച്ചതിന് ശേഷമാണോ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആക്രമണം മെയ് മാസം 6-ാം തീയതി അരങ്ങേറിയത് എന്ന് ഇതെല്ലാം ചോദിക്കാവുന്നതാണ്. ഹി ഈസ് എ റൈറ്റ് മാൻ asking the right question, but asking the right question at the wrong time. ഈ ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ തലനാരിയുടെ കീഴിൽ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കേണ്ടതാണോ? അതിനുള്ള ഫാക്ച്വൽ ബേസിസ് എന്താണ്? ഒരു കണ്ണടച്ച ഭരണപക്ഷത്തെ ആക്രമിക്കുക എന്നതാണോ, അതോ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ഓപ്പറേഷൻ സിന്ധൂറിന് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ നമ്മുടെ ഒരു ടീം ഈ കാര്യം വിശദീകരിക്കാൻ വിദേശത്തുള്ള സമയത്ത് അവരെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ ടീമുകളും 7 ടീമുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒന്നൊന്നായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ജമ്പിംഗ് ദ ഗൺ എന്ന് പറയും. അതുകൊണ്ട് അക്ഷമനായി ചോദിക്കുകയാണ്. അത് ഒന്നല്ല, രണ്ടല്ല, 11 പ്രാവശ്യമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഈ പറയുന്ന സറണ്ടർ പരാമർശവും അതിനനുബന്ധമായ പരാമർശവും ചെയ്തത്. ഇവിടെ നോക്കൂ, അമേരിക്കയുടെ താൽപര്യത്തിന് മുന്നിൽ, ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തി താൽപര്യത്തിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങിയിരിക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കീഴടങ്ങിയിരിക്കുന്നു എന്ന ഒരു നറേറ്റീവാണ് രാഹുൽ ഗാന്ധി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വ്യക്തമായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിക്കഴിഞ്ഞു. അതങ്ങനെയല്ല. പക്ഷേ ഇവിടെ ആകെ ഒരു പിഴവ് പറ്റി എന്ന് ഞാൻ കരുതുന്നു, ഒരു പോരായ്മ, പിഴവെന്ന് ഞാൻ കരുതുന്നില്ല, ഒരു പോരായ്മ എന്ന് പറയുന്നത് ഫ്രം ദി മൗത്ത് ഓഫ് നരേന്ദ്രമോദി, ദ പ്രൈം മിനിസ്റ്റർ, ദ നേഷൻ വാണ്ടഡ് ടു ഹിയർ. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അസംബന്ധമാണ്. അസംബന്ധം എന്ന് വാക്ക് ഉപയോഗിക്കാനാവില്ല, ഡിപ്ലോമാറ്റിക് പാർലൻസിൽ അങ്ങനെ ഒരു വാക്കില്ല. പക്ഷേ
അത് വിശദീകരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വിശദീകരണം ഇപ്പോഴും പെൻഡിംഗ് ആണ്. പക്ഷെ പല ആവർത്തി പറഞ്ഞു അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വീണ്ടും 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 ഈ ഒരു കഥ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുപേരെങ്കിലും, ഇത് ഗീബൽസിന്റെ തത്വം തന്നെയല്ലേ, ഒരു കള്ളം 10,000 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കുമെന്ന ആ ഒരു പ്രിൻസിപ്പിൾ ശരിയാണ് എങ്കിൽ കുറെയൊക്കെ ട്രാക്ഷൻ അതിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ട്രംപിന്റെ ഒരു മനഃശാസ്ത്രം അറിയുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. പക്ഷെ എത്ര പേർ അത്രയും കൂലങ്കഷമായി ചിന്തിക്കും? ശശി തരൂർ അവിടെ വെച്ച് തന്നെ ഈ ട്രംപിന്റെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാവുകയാണല്ലോ. എന്നിട്ടും രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയാണ്. അതാണ് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞത്, റൈറ്റ് ടൈം ആയിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമെന്ന്. കേൾക്കുന്നില്ല, മ്യൂട്ടാണേ. കേൾക്കാം. ചോദ്യങ്ങൾ അതിന്റെ ഏറ്റവും കൃത്യമായ സമയത്ത് ചോദിക്കുന്നതിലാണ് രാഷ്ട്രീയത്തിന്റെ ഡിപ്ലോമസി അടങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സമയത്തല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ പിന്നീട് ഏതു സമയത്താണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യവും തെറ്റാണ് എന്ന് വസ്തുതകൾ നിരത്തി സമർത്ഥിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിന് ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. ട്രംപ് 12 തവണയാണ്, ഒരു തവണയല്ല, 2 തവണയല്ല, 12 തവണയാണ് ട്രംപ് ഈ കഴിഞ്ഞ ദിവസം പോലും പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തില് ട്രംപ് പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തില് അയവ് വരുത്തിയത് ഞാനാണ്, എന്റെ ഇടപെടലാണ്. അതുപോലെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള തർക്കത്തിലും ഞാൻ മധ്യസ്ഥത വഹിക്കാം, പ്രശ്നം പരിഹരിക്കാം. അതിനുശേഷം റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ പ്രസ്താവന ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള റഷ്യയെ പോലും അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം. ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനോട് അങ്ങനെ പറയരുത്, അങ്ങ് പറയുന്നത് തെറ്റാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കാരണം ഈ ഓപ്പറേഷൻ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും, ഓപ്പറേഷൻ സിന്ദൂരിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കുന്ന പ്രധാനമന്ത്രി തന്നെ. അതിനുള്ള ശ്രമങ്ങൾ നടത്തണം, അതിനുള്ള ദൗത്യ സംഘങ്ങളെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വായിൽ തന്നെ വേണം. പിന്നെ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇവിടെ 1 മാസം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട്. ഇവിടെ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പാർലമെന്റ് വിളിച്ചു കൂട്ടണം. എന്തിനാണ് ഗവൺമെന്റ് ഈ പാർലമെന്റിനെ ഭയപ്പെടുന്നത്? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ എല്ലാ ചർച്ചകളും, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാ ചർച്ചകളും സുതാര്യമായും സത്യസന്ധമായും ജനങ്ങളുടെ മുന്നിൽ മറവില്ലാതെ ചർച്ച ചെയ്യേണ്ട വേദിയാണ് പാർലമെന്റ്. ആ പാർലമെന്റിൽ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടാതെ വരുമ്പോൾ ഇതുപോലുള്ള ചോദ്യം ചോദിക്കും. ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, ഈ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഇന്ത്യയുടെ ഡിപ്ലോമസി അമ്പയെ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2 ഫോറങ്ങളുടെ, ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ 2 ഫോറങ്ങളുടെ അധ്യക്ഷ പദവിയിലും ഉപാധ്യക്ഷ പദവിയിലും പാകിസ്ഥാൻ എത്തിയിരിക്കുക. അതിലൊരു ഉപാധ്യക്ഷ പദവി ഏതാണെന്നറിയാമോ? കൗണ്ടർ ടെററിസം കമ്മിറ്റി, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ കൗണ്ടർ ടെററിസം കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ പദവിയിലേക്ക് പാകിസ്ഥാനെ തെരഞ്ഞെടുത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ലോകമെമ്പാടും നടത്തുന്ന ഈ ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സിന് എന്ത് റിസൾട്ടാണുള്ളത്? ലോകത്ത് മറ്റൊരു രാജ്യത്തെയും പാകിസ്ഥാനാണ് ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് പിന്നിലെന്ന് കൺവിൻസ് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വിദേശ നയം അവിടെ പരാജയപ്പെട്ടതല്ലേ? അതൊന്ന്. 2, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിട്ടുള്ള താലിബാൻ സാങ്ഷൻ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഈ ലോക രാജ്യങ്ങളെല്ലാം നമുക്ക് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ സുപ്രധാനമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള 5 രാജ്യങ്ങൾ അടങ്ങുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ. അവരേകമായിട്ടാണ് തീരുമാനിക്കുന്നത് പാകിസ്ഥാനെ ഇതിന്റെ ചെയർമാനാക്കുക അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാനാക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ആദ്യം IMF $1 ബില്യൺ കൊടുത്തു, നമ്മൾ എതിർത്തു. പക്ഷെ IMF കൊടുത്തു. പിന്നാലെ വേൾഡ് ബാങ്ക് വരുന്നു, എത്ര ബില്യൺ? 40 ബില്യൺ. അത് ഏറ്റവും അവസാനം ഇന്നലെ കേൾക്കുന്നത് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, $800 മില്യൺ പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇന്ത്യ പ്രചരിപ്പിക്കുന്നത് എന്താ? ഇത് മുഴുവൻ പാകിസ്ഥാൻ അവിടെ കൊണ്ടുപോയി ഇന്ത്യക്കെതിരെ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഹബ്ബാണ്, ലോക തീവ്രവാദത്തിന്റെ മുഴുവൻ ഹബ്ബാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം, അതിനുവേണ്ടി ലോക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് മറ്റു രാജ്യങ്ങളെല്ലാം പാകിസ്ഥാൻ അനുകൂലമായി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയുടെ നയതന്ത്രം, ഇന്ത്യയുടെ വിദേശകാര്യ നയം അമ്പെ പരാജയപ്പെട്ടു എന്ന് തന്നെ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി
ഇതുപോലെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം, രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ ആക്രമണം നടത്തി. പക്ഷെ നമ്മൾ കണ്ടു ഇന്ത്യയുടെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് അനിൽ ചൗഹാൻ, അദ്ദേഹം തന്നെ പറയുന്നു ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ. ഇതാണ് രാഹുൽ ഗാന്ധിക്ക് അത് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അല്ലാതെ ഇന്ത്യ പാകിസ്ഥാനെ പോലെയുള്ള ഒരു സൈനിക രാജ്യമോ ഏകാധിപത്യ രാജ്യമോ അല്ല. ജനാധിപത്യ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അങ്ങനെ രാഹുൽ ഗാന്ധി ചോദിച്ചാൽ കാര്യം ചോദിക്കട്ടെ, ഇസ്രായേൽ അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാന് തീവ്രവാദ രാജ്യമായി മുദ്ര കുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്താൻ കഴിഞ്ഞോ? നമ്മൾ ഇപ്പോൾ പറയുന്നു ശശി തരൂരിന്റെ നേതൃത്വത്തിൽ അവിടെ കൊളംബിയ എന്ന രാജ്യത്ത് പോയി. നമ്മൾ പറയുന്ന ഒരു നരേറ്റീവും ആദ്യം അംഗീകരിക്കാതിരുന്ന കൊളംബിയ എന്ത് ചെയ്തു? പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവനയാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ നയതന്ത്രങ്ങൾ നമ്മുടെ രാജ്യം വിജയിക്കണം, നമ്മുടെ രാജ്യം അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കണം, നമ്മുടെ രാജ്യം എടുക്കുന്ന നിലപാടുകൾ മറ്റു രാജ്യം അംഗീകരിക്കണം. അതാണല്ലോ കാരണം നമ്മളാണ് തീവ്രവാദത്തിന്റെ ഇര എന്ന് പറയുന്നത്. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇക്കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ റോണി കെ ബേബി പറഞ്ഞ കാര്യം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായിട്ട് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സർവകക്ഷി സംഘത്തെ അയച്ച് ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടുന്ന ഈ സമയത്ത് ഓരോ കാര്യങ്ങൾ എണ്ണി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പാകിസ്ഥാന് ലോകരാജ്യങ്ങളുടെ അംഗീകാരം കിട്ടുന്നതിനെ കുറിച്ചാണ്. അതിൽ ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാന് വൈസ് ചെയർ കിട്ടി, ആൻറ്റി ടെറർ കമ്മിറ്റിയിൽ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുകയാണ്, ഇന്ത്യയുടെ ഈ എതിർപ്പിനിടയിലും എങ്ങനെ കിട്ടി എന്നുള്ളത്. പിന്നെ ഈ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിൽ അത് അത്ര വലിയ കാര്യമാക്കേണ്ടതില്ല, കാരണം ചൈന പാകിസ്ഥാനൊപ്പമാണ്. പക്ഷേ കുവൈറ്റിൽ നിന്നും UAE-യിൽ നിന്നും വിസ ആനുകൂല്യങ്ങൾ പാകിസ്ഥാന് കിട്ടുന്നു. അതുപോലെ തന്നെ റഷ്യ സ്റ്റീൽ പ്ലാന്റ് കറാച്ചിയിൽ സ്ഥാപിക്കുവാനായിട്ട് MOU ഒപ്പിടുന്നു. വേൾഡ് ബാങ്കിൽ നിന്ന് സഹായം കിട്ടുന്നു, അസർബൈജാനിൽ നിന്ന് സഹായം കിട്ടുന്നു. ഇതൊക്കെ കോൺഗ്രസ് നേതാക്കൾ എണ്ണി പറയുന്ന കാര്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും നരേന്ദ്ര സറണ്ടർ എന്ന പരിഹാസം നടത്തുന്നതിലും എന്താണ് കുഴപ്പമെന്നാണ് കോൺഗ്രസിന്റെ വാദം? മഞ്ജുഷ്, ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമസിക്ക്, ഫോറിൻ പോളിസിക്ക് മറ്റ് രാജ്യങ്ങളുടെ തീരുമാനങ്ങളെ എങ്ങനെ എത്രത്തോളം ഏതളവ് വരെ സ്വാധീനിക്കാനായിട്ട് കഴിയും എന്നുള്ളതൊക്കെ തന്നെ വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള പോയിന്റാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഒരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റി, ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യം ജിയോ ലൊക്കേഷൻ കൊണ്ടാണെങ്കിലും എക്കണോമിക്കലായിട്ടാണെങ്കിലും റഷ്യ കാണുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ എതിർപ്പിനെ മറികടന്നിട്ടാണെങ്കിലും അവരത് തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അത് ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു നിലപാട് പോലെയല്ല ഇന്ത്യ ഒരു പ്ലെയർ അല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ബയലാറ്ററൽ ട്രീറ്റി. അക്കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ പ്രശ്നം, പ്രത്യേകിച്ച് യുക്രൈനുമായിട്ട് റഷ്യയുടെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യക്ക് മേലുണ്ടായിരുന്ന സമ്മർദ്ദം നമ്മൾ ഓർക്കുന്നുണ്ടാകും. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളോട് വളരെ സൗഹൃദമുള്ള അമേരിക്ക അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ നമ്മളോട് ഇത് ആവശ്യപ്പെട്ടിരുന്ന സമയത്തും നമ്മുടെ വിദേശകാര്യമന്ത്രി അന്താരാഷ്ട്ര ഫോറങ്ങളിൽ പറഞ്ഞിരുന്നത് എന്താണ്? ഞങ്ങൾ വാങ്ങും, കാരണം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് അവിടെ നോക്കുന്നത്, ആ രാജ്യവും ഞങ്ങളുമായിട്ടുള്ള ബന്ധമാണ് നോക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ആവശ്യമാണ് നോക്കുന്നത്. കാരണം അത് ബൈലാറ്ററൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്, അത് മറ്റൊരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ആണ് എന്ന് പറയുന്നതിൻ്റെ കാര്യമില്ല. കാരണം ഓരോ രാജ്യത്തിനും അവരവരുടേതായിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, അവരവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഇന്ത്യക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടതില്ല. പിന്നെ ആൻറ്റി ടെററിസം ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ വൈസ് ചെയർ ആയിട്ട് പാകിസ്ഥാൻ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. അതൊരു പ്രോബ്ലം ഇന്ത്യയുടെ പ്രോബ്ലമാണ് എന്നല്ല ഞാൻ കരുതുന്നത്, മറിച്ച് ആൾക്കാർ എങ്ങനെയാണ് പാകിസ്ഥാനെ കാണുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും ആ ഒരു തീരുമാനത്തിന് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അനുകൂലമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം ഒറ്റ അഭിപ്രായമാണോ നമ്മുടെ രാജ്യത്തിനുള്ളത് എന്നും പാകിസ്ഥാന് ഒറ്റ അഭിപ്രായമാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ പറയുന്ന തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അജണ്ട, ഒരു പ്രൊപ്പഗൻഡ എന്ന നിലയ്ക്ക് പാകിസ്ഥാനിലുള്ള ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം ഒരേപോലെ പറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ദേശീയ ബോധമുണ്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന കാര്യമാണ്. പാകിസ്ഥാനിലുള്ള എല്ലാ ആൾക്കാരും അവർ പരാജയപ്പെട്ടു എന്ന് അറിയാവുന്ന ആൾക്കാർ ഉൾപ്പെടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പാകിസ്ഥാന് വേണ്ടി നിലകൊള്ളുന്നു. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പറയുന്ന പലതും പാകിസ്ഥാൻ പറയുന്ന അതേ നറേറ്റീവാണ്. സറണ്ടർ മോദി അങ്ങനെ സ്ഥിരമായിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എതിരായിട്ട് ആരോപണം വന്നിട്ടും ഒന്നല്ല രണ്ടല്ല 11 തവണയെങ്കിലും ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി അതേ പദം. അപ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടല്ലോ.
ഞാൻ ഭയന്ന് പിന്മാറില്ല, ആരോപണങ്ങളിൽ പതറില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ശശി തരൂർ തിരുത്തിയിട്ട് പോലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. രാഹുലിനൊപ്പമാണ്. കോൺഗ്രസ് നേതാക്കൾ പതിവായി ട്വീറ്റ് ചെയ്യുമ്പോൾ രാഹുലിന്റെ അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് അവർ. അപ്പോൾ കൃത്യമായ ഒരു ലക്ഷ്യം കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നമ്മുടെ പൊസിഷൻ എന്താണ് എന്ന് വിദേശ രാജ്യങ്ങളോട് വ്യക്തമാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടി നമ്മൾ രൂപീകരിച്ച ഫോറിൻ ഔട്ട്റീച്ച് സ്ക്വാഡുകളിലുള്ള എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശശി തരൂർ 4 ടൈം MP ആണ്, അതേപോലെ തന്നെ സൽമാൻ ഖുർഷിദ്, അതേപോലെ തന്നെ മനീഷ് തിവാരി, അതേപോലെ തന്നെ ആനന്ദ് ശർമ്മ, ഈ ആൾക്കാരെല്ലാവരും പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തിന് വിപരീതമായിട്ടുള്ള അഭിപ്രായമാണ്. ഇവരെല്ലാവരും തന്നെ അവരുടെ ഡെലിഗേഷന്റെ ഭാഗമായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ് ഫെയറിൽ നെഗോസിയേഷൻ തേർഡ് പാർട്ടിയുടേത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവരെല്ലാവരും കറക്റ്റായിട്ട് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള പൊസിഷൻ തന്നെ പറയുന്നുണ്ട്. DGMO തലത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നും പാകിസ്ഥാനിൽ നിന്നാണ് ഈ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് എന്നും അതിൽ മറ്റൊരു ഇന്റർമീഡിയറി ഉണ്ടായിട്ടില്ല എന്നും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യത്തിനെ എൻഡോഴ്സ് ചെയ്യുന്നതിന് കോൺഗ്രസിലുള്ള മുതിർന്ന പല നേതാക്കൾക്കും കഴിയുന്നില്ല എന്നാണ് അതിനെ വായിക്കേണ്ടത്. അത് അവർക്ക് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഇതിപ്പോൾ സന്ദർഭം അതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ മറ്റുള്ള പല പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള ആൾക്കാർക്കതില്ല. തന്നെയുമല്ല, ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ, രാഹുൽ ഗാന്ധി ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യ സഖ്യത്തിന്റെ പൊതുവായിട്ടുള്ള പ്രശ്നമാണോ? അല്ല. അവർക്കും ഈ ചോദ്യങ്ങളില്ല. എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോട്ടറിയും മാത്രമാണ്. അല്ലാതെ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള അഭിപ്രായം പോലും അതായിരുന്നുവെങ്കിൽ സൽമാൻ ഖുർഷിദ് അടക്കമുള്ള, ആനന്ദ് ശർമ്മ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇതേ അഭിപ്രായം പറയണമായിരുന്നു. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ശശി തരൂർ പലപ്പോഴും കോൺഗ്രസിനോട് എതിർത്തിട്ടുള്ള നിലപാടുകൾ, അവരുടെ സീനിയർ ലീഡർഷിപ്പിനോട് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണെന്ന്. എന്നാൽ മറ്റുള്ള ആൾക്കാർ പലരും അങ്ങനെയല്ല, ഇവരുടെ ലോയലിസ്റ്റ് ആയിരുന്നു. ആനന്ദ് ശർമ്മയുടെ പേര് കൊടുത്തിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ ആനന്ദ് ശർമ്മയെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് പറയുന്നത് ഇതിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടായി എന്നും ഇന്ത്യ സറണ്ടർ ചെയ്തു എന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി സറണ്ടർ ചെയ്തു എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മുടെ സൈന്യം സറണ്ടർ ചെയ്തു എന്നാണ്. നമ്മുടെ കാര്യത്തിനെ നമ്മൾ അവിടെ വിട്ടുവീഴ്ച വരുത്തിയതിനു ശേഷം നമ്മൾ പാകിസ്ഥാനോട് സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പർക്കഷൻ എന്താണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ എന്ന് അറിയാത്തയാളല്ല രാഹുൽ ഗാന്ധി. പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ കുറേ സമയങ്ങളായിട്ട് ആവർത്തിക്കുന്നത് തന്നെയാണ്. ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീഴടങ്ങി എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നാണ് ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന. രാഹുൽ ഗാന്ധി ഈ സറണ്ടർ മോദി എന്ന് പറഞ്ഞു എന്നാണ് ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന. ഈ കഴിഞ്ഞ നാളത്ത് റീസെന്റ് ഹിസ്റ്ററിയിൽ ഇത്രത്തോളം അപമാനിക്കപ്പെട്ട ഒരു നേതാവിനെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ ഉദാഹരിച്ച് മോദിയെക്കുറിച്ച് ഖ്വാജ ആസിഫ് പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ പെരുമാറുന്ന, നിങ്ങൾ പറയുന്ന പ്രസ്താവനകളൊക്കെ തന്നെ ദേശീയ താല്പര്യത്തിലുള്ളതല്ല. അതിനെ എൻഡോഴ്സ് ചെയ്യുന്നത് കോൺഗ്രസിലുള്ള നേതാക്കന്മാർ പോലുമല്ല, മറിച്ച് പാകിസ്ഥാനാണെന്നാണ്. അപ്പൊ രാഹുൽ ഗാന്ധി ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്? രാഹുൽ ഗാന്ധി ആരുടെ വാക്കുകളാണ് സംസാരിക്കുന്നത്? പാകിസ്ഥാന്റെ ഖ്വാജ ആസിഫിനും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമായിരിക്കും. അതിനുള്ള മറുപടി അത് രാഹുൽ ഗാന്ധി പറയുന്നത് 11 ബാർ ട്രംപിനെ ബോലാ ഹേ, നരേന്ദ്രക്കോ സറണ്ടർ കർവായ ഹേ എന്നാണ്. അപ്പോൾ ആ രീതിയിൽ 11 തവണ നരേന്ദ്രമോദിയോട് ട്രംപ് പറഞ്ഞു സറണ്ടർ ചെയ്യൂ എന്ന്, സറണ്ടർ ചെയ്തു എന്നുള്ളതാണ്. അതായത് സറണ്ടർ മോദി എന്നുള്ള ക്യാമ്പയിനാണല്ലോ നിങ്ങൾ ശക്തമാക്കുന്നത്. അത് അതേ രീതിയിൽ തന്നെ ഖ്വാജ ആസിഫിനെ പോലെയുള്ള ആളുകൾ പാകിസ്ഥാനിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വഗുരുവെന്നും വിശ്വമിത്രയെന്നും പറയുന്ന, അല്ലെ, അഭിമാനിക്കുന്ന നരേന്ദ്രമോദി പറയുന്നതിനേക്കാൾ ഈ ലോകം കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും വിശ്വസിക്കുന്നതും രാഹുൽ ഗാന്ധി പറയുന്നതാണെങ്കിൽ പിന്നെ ശ്രീ നരേന്ദ്രമോദി എന്തിനാണ് ആ കസാരയിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അല്ല, പാകിസ്ഥാൻ പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണ് ഇതേ വാചകം കൊണ്ട്. പാകിസ്ഥാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോണി കെ ബേബിക്ക് സന്തോഷമായി എന്നാണോ? അല്ല, ഇത് ആദ്യം തൊട്ട് തന്നെ BJP പ്രചരിപ്പിക്കുന്നതാണല്ലോ. അല്ല, നരേന്ദ്രമോദി പറയുന്നതിനേക്കാൾ രാഹുൽ ഗാന്ധിയെയാണ് ഖ്വാജ ആസിഫ് വിശ്വസിക്കുന്നത് എന്നതിൽ റോണി കെ ബേബിക്ക് സന്തുഷ്ടി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ BJPയുടെ നേതാക്കള് പാകിസ്ഥാൻ എന്ത് പറയുന്നു എന്ന് കേട്ട് അവിടേക്ക് ചെവിയും കുറിപ്പിച്ചിരിക്കുവാണോ? BJP അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് സാറേ, പത്രം വായിക്കണം. നിങ്ങൾ വായിക്കുന്നത് നമ്മുടെ കുഴപ്പമാണോ? നാട്ടിലുള്ള ആൾക്കാരുടെ കുഴപ്പമാണോ? അത് പാകിസ്ഥാൻകാർക്ക് പറഞ്ഞു പറയും. ഇവിടെ BJPക്കാർക്ക് ഈ രാജ്യത്തെ കോൺഗ്രസ്കാരെക്കാരും വിശ്വാസം, അല്ലെങ്കിൽ അവരെ ഉയർത്തി പറയുന്നതും അല്ലെങ്കിൽ അവർ കോട്ട് ചെയ്യുന്നതും പാകിസ്ഥാന്റെ നേതാക്കൾ പറയുന്നതാണ്. ശശി തരൂരിന് രാഹുൽ ഗാന്ധി വിശ്വാസമില്ലേ? എനിക്ക് കൃത്യമായി ശശി തരൂരിന് രാഹുൽ ഗാന്ധി വിശ്വാസമില്ലേ? എനിക്ക് കൃത്യമായി മറുപടി. ശശി തരൂര് കോൺഗ്രസ് പാർട്ടി എടുക്കാൻ നിങ്ങൾ പറഞ്ഞ ശശി തരൂർ ആണെങ്കിലും അല്ലെങ്കിൽ സൽമാൻ ഖുർഷിദ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിന്റെ ആ ഡെലഗേഷനുള്ള നേതാക്കളാണെങ്കിലും
അല്ലെങ്കിൽ ആനന്ദ് ശർമ്മയെ പോലുള്ള ആളുകളാണെങ്കിലും അവര് കോൺഗ്രസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയി, കോൺഗ്രസിന്റെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവർ കോൺഗ്രസിന് നിലപാട് പറയും. അവരിപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് പോയിരിക്കുന്നത്. ദേ ആർ പാർട്ട് ഓഫ് ദ ഇന്ത്യ ഗവൺമെന്റ്. സോ അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റാൻഡാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് കള്ളം പറയുന്നവർ ഓണസ്റ്റ് അല്ലെന്നാണ് പറയുന്നത്. അവർ ഓണസ്റ്റ് അല്ല, അവർ തരാതരം മാറ്റി പറയും. കോൺഗ്രസിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്ന് പറയും, ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒന്ന് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന അവരുടെ ഇന്റഗ്രിറ്റിയാണ്. സൽമാൻ ഖുർഷിദിനെ പോലെ ഒരു മുതിർന്ന നേതാവിന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താണെന്നും കൃത്യം എന്താണെന്നുള്ളതും കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കളും കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതാക്കളും പറയും. ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗമായി പോകുന്നവർ അവർ ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാൻഡ് ഞങ്ങൾ ചോദിച്ചാൽ അതിനകത്ത് ഒരു ഭയപ്പാടുമില്ല, പേടിച്ച് പുറകോട്ട് പോകില്ല. വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചോദിച്ചത്. ഇന്നത്തെ എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി പറയുന്ന ഈ ലോകം വിശ്വസിക്കാത്തത്? കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ട് ചോദിച്ചോട്ടെ, ഇവിടെ പറഞ്ഞ കൗണ്ടർ ടെററിസം. നമുക്കറിയാം, തീവ്രവാദത്തിനെതിരെ ഇന്ന് ലോകം മുഴുവൻ പോരാടിക്കൊണ്ടിരിക്കുക. ഇറാഖിൽ തീവ്രവാദത്തിനെതിരെ പോരാടി, ഇറാനിൽ തീവ്രവാദത്തിനെതിരെ പോരാടി. അവിടേക്ക് ഈ മറ്റു രാജ്യങ്ങളെല്ലാം ഇതുപോലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒളിച്ചും പാത്തുമല്ല പരസ്യമായും രഹസ്യമായും ഇറാഖുമായും ഇറാനുമായും സന്ധി സംഭാഷണം നടത്തുകയും അവിടെ ബിസിനസ് നടത്താൻ പോവുകയാണ് ചെയ്യുന്നത്. ലോകം ഒരു രാജ്യം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തും. പറഞ്ഞു ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നൊരു സംഭവം. നിങ്ങൾ പറയുന്നത് അല്ലല്ല, ഇപ്പോൾ പാകിസ്ഥാനെ ഇവരാരും ഒറ്റപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല എന്നുള്ള നിലപാടാണോ കോൺഗ്രസിലുള്ളത്? കോൺഗ്രസ് എടുത്ത് പറയുകയാണല്ലോ, ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവരാരും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല, പാകിസ്ഥാന് സഹായം നൽകുന്നുവെന്ന്. അതിൽ ചൈനയെ മാറ്റി നിർത്താം, മറ്റു രാജ്യങ്ങളുണ്ട്, റഷ്യയെ പോലെയുള്ള രാജ്യങ്ങളുണ്ട്, കുവൈറ്റും UAE ഒക്കെയുണ്ട്. അപ്പോൾ ഇവരാരും ഈ പക്ഷത്തല്ല എന്നുള്ളതാണോ കോൺഗ്രസ് പറയുന്നത്? പാകിസ്ഥാൻ ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമല്ല എന്നാണോ കോൺഗ്രസിന്റെ നിലപാട്? നമ്മൾ പറയുന്നത്, കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വിദേശ നയം പരാജയപ്പെട്ടു. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഏറ്റവും അഭിമാനത്തോടെ ലോകത്തിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ഉയർത്തി നിർത്തിയത് നമ്മുടെ വിദേശ നയമായിരുന്നു. ആ വിദേശ നയം നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് സറണ്ടർ ചെയ്തു. 2.5 ലക്ഷം 3 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ തടയുന്ന ട്രംപിന് തീരുമാനം വന്നു. ഒരു ചെറിയ വിരലെങ്കിലും സ്ഥാപനമുണ്ടെങ്കിലും അതിനെ എതിർക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് കണ്ടു. ചോദിക്കുന്നു, അമേരിക്കയുടെ ശ്രീ മോഹൻ വർഗീസ്, അങ്ങനെയാണോ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ സ്വന്തം താല്പര്യം ബലികഴിപ്പിച്ചു? അവിടെയാണല്ലോ സറണ്ടർ മോഡി എന്നുള്ള കാര്യം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നരേന്ദ്ര സറണ്ടർ എന്ന് പറയുമ്പോൾ സറണ്ടർ മോദി എന്നുള്ളതാണ്. മോദി സറണ്ടർ ചെയ്തു എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുവാൻ തയ്യാറാകുന്നില്ല. ഇവിടെ ശ്രീജിത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബിസിനസ് താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ചില രാജ്യങ്ങളൊക്കെ നിക്ഷേപത്തിനൊക്കെ തയ്യാറാകും, അതിനെ നയതന്ത്രവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല എന്ന്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇത് ഇവിടെ വന്ന ആരോപണം വളരെ രൂക്ഷമായ ഒരു ആരോപണമാണ്. ഇന്ത്യ തങ്ങളുടെ ഒരു പോളിസി, 2 പോളിസികളാണ്. ഒന്ന് ബൈലാറ്ററലിസം, 1972 മുതലുള്ള ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുന്ന ആ ഒരു നിലപാടാണ്. തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ അനുവദിക്കില്ല എന്ന ആ ഒരു പോളിസി സറണ്ടർ ചെയ്തോ. രണ്ടാമത്തേത്, നമ്മുടെ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ഒരു പോളിസിയുണ്ട്. അത് പോളിസി എന്ന് പറയാനാവില്ല, അതാണ് നമ്മുടെ ഓപ്പറേഷണൽ ഡൈനമിക്സ്. ഇപ്പം നമ്മുടെ താല്പര്യങ്ങൾ വന്നപ്പോൾ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ അമേരിക്ക കണ്ണുരുട്ടിയപ്പോൾ നിങ്ങൾ പണി നോക്ക്, ഞങ്ങൾ ആവശ്യമുള്ളത് എവിടുന്ന് വാങ്ങണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പോളിസിക്കാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി, തന്ത്രപരമായ ഒരു ഓട്ടോണമി എന്ന് പറയുന്നത്. ഇത് രണ്ടും ബലി കഴിച്ചുകൊണ്ട്, അതായത് ദേശ താല്പര്യം ബലി കഴിച്ചുകൊണ്ട്, പരമ്പരാഗതമായ വിദേശ നയം ബലി കഴിച്ചുകൊണ്ടാണോ ഈ ഒരു ഡീൽ, അല്ലെങ്കിൽ DGMO തലത്തിൽ നടത്തിയ ആ ഡീലിന്റെ കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചത് ട്രംപ് എന്ന വ്യക്തിയാണോ, അമേരിക്ക എന്ന രാജ്യമാണോ? അതിന് വ്യക്തമായി മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രി തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ശശി തരൂർ എത്ര പറഞ്ഞാലും the nation wants to hear from the horse's mouth. അത് തീർച്ചയായും ഉണ്ടാകും. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ 22-ാം തീയതി, ജൂലൈ 22-ാം തീയതി ഉണ്ടാകുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാനായി അദ്ദേഹം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇപ്പോൾ കൂടുതലായി സംസാരിക്കുന്ന വാക്കുകളെല്ലാം ഒരു വാദപ്രതിവാദത്തിലേക്ക് എത്തി നിൽക്കും. ഇവിടെ നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാന ഇതിവൃത്തം എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിമർശനങ്ങൾ പാകിസ്ഥാനും മറ്റു ചില ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങൾക്കും വളമാകുന്നുണ്ടോ? ഒരു പരിധി വരെ അത് വളമാകുന്നുണ്ട് എന്നതുകൊണ്ടാണ് നമ്മുടെ സർവകക്ഷി സംഘത്തെയാണോ വിശ്വസിക്കേണ്ടത്, അതോ ഇന്ത്യക്കുള്ളിൽ നിന്ന് വരുന്ന വിരുദ്ധ സ്വരങ്ങളിൽ എന്തെങ്കിലും അർത്ഥം കാണുകയാണോ വേണ്ടത് എന്ന ഒരു സന്ദേഹം
ലോകരാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും ഒരു തീരുമാനമെടുക്കാനാവാത്തത്. ഇനി നയതന്ത്ര രംഗത്തെ മറ്റൊരു രീതിയിൽ കൂടെ കാണാം. അല്ല, എന്ന് പറഞ്ഞാൽ സർവകക്ഷി സംഘത്തെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണോ? സർവകക്ഷി സംഘത്തെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് ശ്രീ മോഹൻ വർഗീസ്? ഇവിടെ രാജ്യത്തിനകത്ത് വരുന്ന ഈ എതിർ ശബ്ദങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നു എന്നാണോ? പൂർണ്ണമായി പിന്നെ നമ്മുടെ സംഘം കൃത്യമായ ഒരു ഗൃഹപാഠത്തോടുകൂടി കൃത്യമായ ഇടങ്ങളിലേക്കാണ് ചെന്നത്. ഇത് പലതും ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗം, ചൈന ഒഴികെയുള്ള സ്ഥിരാംഗങ്ങൾ, അതുപോലെ സ്ഥിരമല്ലാത്ത പാകിസ്ഥാൻ ഒഴികെയുള്ള 9 മറ്റു രാജ്യങ്ങൾ, ഇവിടെയെല്ലാം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ചെന്നത്. ഇവരാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് ഫോർ ദ ടൈം ബീയിങ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ ഭീകരതയെ, നമ്മുടെ തീം എന്ന് പറയുന്നത് ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ലോകത്തെ ഒരുമിച്ച് നിർത്തുക, ഇന്ത്യയോടൊപ്പം കൈ ചേർക്കുക. കാരണം 9/11/2001 സംഭവിച്ചപ്പോൾ അമേരിക്ക ആഹ്വാനം ചെയ്തതുപോലെ ഫൈറ്റ് അഗൈൻസ്റ്റ് ഗ്ലോബൽ ടെറർ എല്ലാവരുടെയും കൂടെ ആവശ്യമാണ്. ഇത് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പറയുന്നത്. ഫൈറ്റ് അഗൈൻസ്റ്റ് ടെറർ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം ലോകത്തിനെതിരെയുള്ള ആക്രമണമായി കണ്ടുകൊണ്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്തണം. ഇന്ത്യ എടുത്ത നിലപാടുകളുടെ ന്യായീകരണം ഇത് പെർ സേ അല്ലെങ്കിൽ ആ ഒരു കൊട്ടത്താപ്പിൽ നോക്കിയാൽ അത് അംഗീകരിക്കപ്പെട്ടു എന്ന് തോന്നാമെങ്കിലും ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കും ഇന്ത്യ എന്താണ് പറയുന്നത്. നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ ഹാൻഡ് പിക്ഡ് ആണ്. അത് ഭരണകക്ഷിയുടെ പ്രൊറോഗറ്റീവാണ്, ഗവൺമെന്റ് പ്രൊറോഗറ്റീവാണ് ആരാണ് പോകേണ്ടതെന്ന്. ഇവിടെ ചില കല്ലുകടികൾ ഉണ്ടായി. കോൺഗ്രസ് പാർട്ടി ആരാണ് പ്രതിനിധീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കല്ലുകടികൾ ഉണ്ടായി, വിരുദ്ധമായ സ്വരങ്ങളുണ്ടായി. ഇത് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് ഈ ഡെലിഗേഷൻ പോകുന്നത് ഇന്ത്യയുടെ ജനങ്ങളുടെ സ്വരമാണ് കേൾപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇന്ത്യ ആഗ്രഹിച്ചതെങ്കിലും ജനങ്ങളുടെ മൊത്തം സ്വരമല്ല, ഇത് ഭരണപക്ഷത്തിന്റെ സ്വരമാണ് പ്രതിപക്ഷത്തിലെ ചില ആളുകളും കൂടെ ചേർന്ന് ദ്യോതിപ്പിക്കുന്നത് എന്ന ഒരു ചിന്ത ചില രാജ്യങ്ങൾ സൂചിപ്പിച്ചു. നരേന്ദ്ര സറണ്ടർ പോലെയുള്ള പരാമർശങ്ങൾ ദേശ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്നാണ് ന്യൂസ് 18 സർവേ ഫലത്തിൽ പറയുന്നത്. താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് നല്ല കത്തിജ്വലിച്ച് വന്നതാണ് ലോകസഭയിൽ. അദ്ദേഹം പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ പരമശിവന്റെ ചിത്രം ഉയർത്തി മഹാത്മാഗാന്ധി സിന്ദാഹ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അദ്ദേഹം വന്നതാണ്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലെല്ലാം പ്രശംസാർഹമാണ്. പക്ഷേ രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹം ഇപ്പം ചെയ്യുന്ന ഈ നെഗറ്റീവ് പൊളിറ്റിക്സ് ശരിയല്ല. അത് നരേന്ദ്ര മോഡി അല്ല, സറണ്ടർ സുരേന്ദർ എന്ന് പറഞ്ഞ SURENDER സുരേന്ദർ മോഡിയാണ് എന്നൊക്കെ പറയുന്നത് എന്താ അറിയാമോ, അതൊരു ട്രോൾ ലെവലിലാണ്. രാഹുൽ ഗാന്ധിയോ ശ്രീ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ നമ്മുടെ സഖാവ് പിണറായി വിജയനോ ആ ലെവലിൽ ഇന്ററാക്ട് ചെയ്യേണ്ടവരല്ല. അതൊക്കെ താഴെ തട്ട് നിൽക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദേശത്തിന്റെ പുറത്ത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്, പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലെവലിൽ നിൽക്കുന്നവർ ചെയ്യേണ്ട ഒരു ക്യാമ്പയിൻ അല്ല. അവിടെ അദ്ദേഹം സർവാത്മന നമ്മുടെ സർക്കാരിന് സപ്പോർട്ട് കൊടുക്കുകയും അതോടൊപ്പം തിരിച്ചു വന്ന് ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി ഹോൾട്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനൊരു ക്ലോഷർ കാര്യം ഉണ്ടാകും. അതിനുശേഷം ഇന്റലിജൻസ് ഫെയിലിയറിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യണം. രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ പറഞ്ഞ മൊഹബത്ത് കി ദുക്കാൻ എന്ന മനോഹരമായ സങ്കല്പം രാഹുൽ ഗാന്ധി അപ്ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് അദ്ദേഹവും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും ഒന്ന് ചിന്തിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ സ്പേസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരെ തിരിച്ച് ശശി തരൂർ തിരിച്ചു വന്നതിന് ശേഷം നല്ല രീതിയിൽ ശശി തരൂർ ആകട്ടെ, നമ്മുടെ ബ്രിട്ടാസാർ ആകട്ടെ, ഒവൈസി ആകട്ടെ, എല്ലാവരും ഒന്നിനൊന്നും കനിമൊഴി ആകട്ടെ ഇന്ത്യയെ നന്നായി റെപ്രസെന്റ് ചെയ്തു. ഇവർ തിരിച്ചു വന്നിട്ട് ആഭ്യന്തരമായി പറയുകയാണ് നമുക്ക് പാർലമെന്റിലും ലോകസഭയിലും ഒക്കെ ഒരു ചർച്ച വേണം ഈ വിഷയത്തെക്കുറിച്ച്. അപ്പോൾ ശ്രീ നരേന്ദ്രമോദിക്ക് പോലും നോ പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അവിടെയാണ് കുറച്ചുകൂടെ പോസിറ്റീവായി ശ്രീ രാഹുൽ ഗാന്ധിയുടെ ലെവലുള്ള സാക്ഷാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കൊച്ചുമകനായ ഒരു വ്യക്തി ആ സ്റ്റേറ്റ്സ്മാനായി നിന്നുകൊണ്ട് ഒരു കാര്യം കൂടി ഓർക്കണം. ശ്രീ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കൊപ്പമോ മേളിലോ നിന്ന അവസരങ്ങൾ ഏറ്റവും പ്രധാനം അദ്ദേഹം ശ്രീ നരേന്ദ്രമോദിയെ അങ്ങോട്ട് നിന്ന് ഹഗ് ചെയ്യുക. ഒരു നിമിഷം സാക്ഷാൽ മോദിജി പോലും ഒന്ന് പകച്ചുപോയി. മോദിജി അങ്ങോട്ട് ചെന്ന് രാഹുൽ ഗാന്ധി ഹഗ് ചെയ്യുകയും അതിനുശേഷമുള്ള ആ വിങ്ക് വേണ്ടായിരുന്നു, അത് മറ്റൊരു വിഷയം. പക്ഷേ എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് സാധാരണക്കാർ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരെ കാണുന്നല്ലേ ഉള്ളൂ, വ്യക്തിപരമായി ആരെയും പരിചയമില്ല. അതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ആ രീതിയിൽ, അതായത് പ്രശ്നം നടക്കുമ്പോൾ സർവാത്മന നിങ്ങൾക്ക് പിന്തുണ, അതിനുശേഷം ഇന്റലിജൻസ് ഫെയിലിയർ അടക്കമുള്ള കാര്യങ്ങൾ ഈ രണ്ട്, പിന്നെ ഈ ട്രംപ് പറഞ്ഞുകൊണ്ട് നിർത്തി എന്നൊക്കെ പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? ഇനിയും യുദ്ധം തുടർന്നു പോയാൽ യുദ്ധക്കൊതിയനാണെന്ന് പറയും, ഇത് ചെയ്ത സറണ്ടർ ആണെന്ന് പറയാം. അപ്പം ഡു ഇറ്റ് യു ആർ ഡാംഡ്, നോട്ട് ഡു ഇറ്റ് യു ആർ അഗെയിൻ ഡാംഡ് എന്ന് പറയുന്ന പോലത്തെ ഡോണ്ട് ഡു ഇറ്റ് യു ആർ ഡാംഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. കോൺഗ്രസ് പ്രത്യേകിച്ച് എനിക്ക് പവൻ ഖേരാജി എൻ്റെ വ്യക്തിപരമായ സുഹൃത്താണ്, ഞങ്ങൾ പലതവണ മീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പവൻ ഖേരാജി ആകട്ടെ, ജയറാം രമേശ് ജി ആകട്ടെ, അവരുടെ എല്ലാം നെഗറ്റീവ് ബോഡി ലാംഗ്വേജും ഒരുതരം ഇറിറ്റേഷനിൽ സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഒരു മാസ്റ്റർ പൊളിറ്റീഷ്യനാണ്, എന്ത് രീതിയിലും കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹം ഒരു ചാമ്പ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോടുള്ള വ്യക്തിവിരോധം തീർക്കുന്നത് ആകരുത് ഒരു ദേശത്തിന്റെ രാഷ്ട്രീയം
പകരം പോസിറ്റീവായി ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് ക്രിട്ടിസൈസ് ചെയ്യുക. അതോടൊപ്പം ഇപ്പോൾ ഉദാഹരണം 1,80,000 പട്ടാളക്കാരെടുത്തത് കുറവാണെന്നൊക്കെയാണ് ജനറൽ GD ബക്ഷി അടക്കമുള്ളവർ പറയുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ സമാനമായ വിമർശനങ്ങൾ ഉന്നയിക്കാം. പക്ഷേ നരേന്ദ്രമോദി കീഴടങ്ങി എന്നൊന്നും പറയുന്ന അർത്ഥമില്ല. നമ്മൾ 100ഓളം അവരുടെ ആൾക്കാരെ കൊന്നു, അതിനുശേഷം ഉള്ള ചില കാര്യങ്ങളും കൂടി വന്നു. നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ കാരണം അവിടെ യുദ്ധവിമാനങ്ങൾ ഇൻകപ്പാസിറ്റേറ്റഡ് ആയിപ്പോയി. ഇതെല്ലാം ലോകത്തിലെല്ലാം അറിയുന്നതല്ലേ. അപ്പം നമ്മൾ യുദ്ധക്കൊതിയരല്ല, പകരം ടാർഗറ്റഡ് ആയിട്ട് പ്രിസൈസ്ഡ് ആയിട്ട് കാലിബ്രേറ്റ് ആയിട്ട് തിരിച്ചടി കൊടുത്തു. അതിന് വളരെ പോസിറ്റീവായി മോദിജിയുടെയും കൂടെ സപ്പോർട്ടോടുകൂടി ആയിരിക്കുമല്ലോ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും അല്ലെങ്കിൽ നമ്മുടെ വിക്രം മിശ്രയൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊരു ബാലൻസിൽ മോദിജി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം മോദിജിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ല. രണ്ട്, ഇന്ത്യ ഈ കണ്ടിന്യൂസ്ലി യുദ്ധം ചെയ്യാനല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ 26-27 പേര് മരിച്ചു. അതിന് നമ്മളൊരു ജസ്റ്റിസ്, റിവെഞ്ച് എന്ന് പോലുമല്ല, നമ്മുടെ ജസ്റ്റിസിന് വേണ്ടി നമ്മൾ തിരിച്ചടിച്ചു. നമ്മുടെ ഇപ്പോൾ CDS അനിൽ ചൗഹാന്റെ അടക്കമുള്ള സ്റ്റേറ്റ്മെന്റ്, ആദ്യം നമുക്ക് തെറ്റുപറ്റി, പക്ഷേ വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്ത് ജയിച്ചു. ഇതൊക്കെയല്ലേ സാധാരണക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു സിനിമയല്ലല്ലോ. ഇതൊരു സിനിമയായി ഒരാൾ മുഴുവൻ മോശം ഒരാൾ മുഴുവൻ നല്ലത് എന്ന് പറയുന്ന പഴയ ഷോലെ കൈൻഡ് ഓഫ് സിനിമയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, പ്രത്യേകിച്ച് പവൻ ഖേരാജി, ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിക്കുകയുണ്ടായി. അതായത് അദ്ദേഹത്തെ ഞാൻ മെസ്സേജ് അയക്കേണ്ടത്, സാർ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് അല്ല നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ശ്രീ ശശി തരൂരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൈക്ക് പിടിച്ച് മാറ്റുന്ന ജയറാം രമേശ്, ഇതൊക്കെ നമ്മുടെ ഒരു രാജ്യത്തിന്റെ ലാക്ക് ഓഫ് കൊഹഷനല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നത്, ഇപ്പോൾ പണ്ട് ശ്രീ വാജ്പേയി അല്ലേ കോൺഗ്രസ് സർക്കാർ അയച്ചത് വിദേശത്തിന്റെ റെപ്രസെന്റ് ചെയ്യാൻ, അതേ സ്റ്റേച്ചറിലല്ലേ ശ്രീ ശശി തരൂർ പോയത്. അപ്പോൾ ഈ രാജ്യരക്ഷയുടെ വിഷയങ്ങളിൽ നമ്മൾ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിന് പകരം ബേബി, രാജ്യസുരക്ഷയുടെ കാര്യത്തിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയം കടന്നു വരുന്നത്, അതാണ് അത് വിമർശിക്കപ്പെടുന്നത്. ഈ പഹൽഗാം സംഭവത്തിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ കനത്ത തിരിച്ചടി നമ്മൾ നൽകി. അന്നൊന്നും ഞങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചില്ല, ഞങ്ങൾ വിമർശിച്ചില്ല. പക്ഷേ ഈ പഹൽഗാം ഇൻസിഡന്റിന് ശേഷം ഈ ഓപ്പറേഷൻ സിന്ദൂരും കഴിഞ്ഞിട്ട് എന്ത് നെറ്റ് റിസൾട്ട് ഉണ്ടായി? അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. പാകിസ്ഥാനാണ് ഈ തീവ്രവാദി ആക്രമണത്തിന് പിന്നിലെന്ന് അവർ സമ്മതിച്ചോ? ചോദ്യം നമ്പർ 1. 2, ഇനിയും ഇതുപോലെയുള്ള തീവ്രവാദി ആക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തില്ല എന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയോ? ഈ 5 ആളുകൾ, ഈ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ഉത്തരവാദിയായിട്ടുള്ള 5 ആളുകൾ, അവരിൽ ഒരാളെയെങ്കിലും നമുക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെ കോർണർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് എന്താണ് ഇതുകൊണ്ടുള്ള നെറ്റ് റിസൾട്ട്? നമ്മൾ സൈന്യം ധീരമായി പോരാടി ശക്തമായി തിരിച്ചടിച്ചു. അതിനോടൊന്നും ഞങ്ങൾക്ക് ഒരു വിയോജിപ്പില്ല. ഞങ്ങൾ ഈ സൈന്യത്തിന്റെ ആ ഏറ്റവും ശക്തമായിട്ടുള്ള ആ പ്രയത്നത്തെ ഞങ്ങൾ 100% ഞങ്ങൾ അപ്പോൾ അത് തുടരണമായിരുന്നു എന്നാണോ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട്? ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം, അതേ പേസിൽ തന്നെ തുടരണമായിരുന്നു എന്നാണോ? പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ഉറപ്പ് ശക്തമാണ്. കാരണം അതിനുശേഷം നമുക്ക് ഈ പാകിസ്ഥാന് മേൽ നമുക്ക് എന്ത് വിജയം നേടാൻ കഴിഞ്ഞു? നാം ഇവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു രാജ്യം പോലും ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതായിരുന്നു. 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ വെടിനിർത്തലിന് തയ്യാറായി ഇങ്ങോട്ട് വരികയായിരുന്നു ചെയ്തത്. നമ്മുടെ താൽക്കാലിക ലക്ഷ്യം എന്താണ്? നമ്മുടെ പെർമനന്റ് ലക്ഷ്യം എന്താ? ഇനി ഒരിക്കലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തീവ്രവാദ ആക്രമണം ഇന്ത്യയിലേക്ക് ഉണ്ടാകരുത്. അതിനുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ടാകരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? പാക്കാണ് ഇത്രയും 26 നിരപരാധികളുടെ ജീവൻ എടുത്ത ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഇത്രയും വലിയൊരു തീവ്രവാദി ആക്രമണത്തിന് ഉത്തരവാദിയായ രാജ്യത്തെ കോർണർ ചെയ്തുകൊണ്ട് ഈ ലോകത്തെ കുറിച്ച് പറയിപ്പിക്കുമായിരുന്നു. പാകിസ്ഥാൻ ഇന്ന് ലോകത്തിന്റെ ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബ്, ആഗോള തീവ്രവാദത്തിന്റെ കേന്ദ്രം, ലോകത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി പാകിസ്ഥാനാണെന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്താ ചെയ്യുന്നത്? ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ പ്രൊമോട്ട് ചെയ്യുന്നു. എന്താ? കൗണ്ടർ ടെററിസത്തിന്റെ ചെകുത്താനെ പിടിച്ച് വേദമോതുന്ന മാലാഖിയാക്കി മാറ്റുന്ന ഏറ്റവും ദുരന്തകരമായ കാഴ്ചകളൊക്കെ കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വിദേശ നയമാണ്. അല്ലെങ്കിൽ ലോകത്തെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, നമ്മൾ പരാജയപ്പെട്ടു പറയുമ്പോൾ അതിന്റെ ആ പറയുന്ന വിമർശനങ്ങളുടെ ആ സത്യത്തെ ഉൾക്കൊള്ളണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിന് പകരം രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ വേണ്ടി പറയുന്നതോ പാകിസ്ഥാൻ വേണ്ടി അച്ചാരം എടുക്കുന്നതോ അല്ല പറയുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തെ, കാരണം പ്രതിപക്ഷത്തെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരു ജനാധിപത്യ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണകക്ഷിക്ക് എപ്പോഴും വാസനമാടാൻ വേണ്ടിയല്ല, ഭരണപക്ഷത്തിന് കൈയടിച്ച് എപ്പോഴും പ്രോത്സാഹനം നൽകാൻ വേണ്ടിയല്ല, സർക്കാരിന്റെ വീഴ്ചകൾ അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാ. ഞങ്ങൾക്ക് വളരെ ഗുരുതരമായി ഞങ്ങൾ വളരെ ആത്മാഭിമാനത്തോടെ തന്നെ ഞങ്ങൾക്ക് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാരാ. കാരണം എന്താ? ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മറ്റൊരു വിദേശ ശക്തിയുടെ മുമ്പിൽ അടിയറവയ്ക്കുമ്പോൾ 1972 ശേഷം ബൈലാറ്ററലിസം ആണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിൽ മറ്റൊരു രാജ്യത്തെയും ഇടപെടുത്താതെ നമ്മൾ മാറ്റി നിർത്തി ഒരു പ്രയോജനവും ഇന്ത്യക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. അതാണല്ലോ എണ്ണി ചോദ്യങ്ങൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് തെറ്റാണ്. കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്ക് ചില പ്രഖ്യാപിതമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു.
അത് അവിടെ തീവ്രവാദ കേന്ദ്രങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ദേശീയ താല്പര്യത്തിലുള്ളതാണ്. അത് നമ്മൾ പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്തു. കോൺഗ്രസിന് അക്കാര്യത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 9 കേന്ദ്രങ്ങൾ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു. അതിൽ തന്നെ ലഷ്കർ ഇ തൈബയുടേതാണെങ്കിലും ജെയ്ഷെ മുഹമ്മദിൻ്റേതാണെങ്കിലും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അവിടെയുള്ള നിരവധി പ്രധാനപ്പെട്ട തീവ്രവാദികളെ, ഫസ്റ്റ് ഇൻ കമാൻഡ് ആയിട്ടുള്ള നിരവധി ആൾക്കാരെ നമ്മൾ കൊല ചെയ്തു. പാകിസ്ഥാനിലെ വിവിധ എയർ ബേസുകളെ നമ്മൾ അടുത്ത ഘട്ടത്തിൽ അതിനെ നിർവീര്യമാക്കി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ പറഞ്ഞത് ആദ്യ ഘട്ടം മുതൽ തന്നെ നമ്മൾക്ക് എസ്കലേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ്. പാകിസ്ഥാൻ അത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ പീസ് മേക്കിങ്ങിനാണ് നമ്മുടെ താല്പര്യമെന്ന് നമ്മൾ നടത്തിയിരുന്ന എല്ലാ പ്രസ് മീറ്റിലും, അത് സോഫിയ ഖുറേഷി നടത്തിയതാണെങ്കിലും വിക്രം മിശ്രി പറഞ്ഞിരിക്കുന്നതാണെങ്കിലും എല്ലാം അത് നമ്മൾ ആവർത്തിച്ചതാണ്. എന്ന് വെച്ചാൽ ബാഹ്യസമ്മർദ്ദത്തിൻ്റെ ആവശ്യമില്ല. ഏത് സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പാകിസ്ഥാൻ തീരുമാനിക്കുന്നോ, എസ്കലേറ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുന്നോ, ആ സമയത്ത് നമ്മൾ അതിന് വഴങ്ങാൻ തയ്യാറാണ് എന്ന് പ്രതിജ്ഞാബദ്ധമായിട്ട് നമ്മൾ അവരെ അറിയിച്ചതാണ്. അപ്പോൾ പിന്നെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ ഓപ്പറേഷൻ ജയിച്ചു എന്നാണോ കീഴടങ്ങിയെന്നാണോ? ഏത് ആസ്പെക്റ്റിലാണ് നമ്മൾ ഇതിൽ കീഴടങ്ങുന്നത്? നമ്മൾ ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും നമ്മളവിടെ തീരുമാനിച്ച് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. അല്ല, പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിലുള്ള കാര്യമല്ല അത്. ഏതൊരു രാജ്യത്തിനും മറ്റൊരു രാജ്യവുമായിട്ടുള്ള ബന്ധം അവരുടെ മ്യൂച്വൽ ആയിട്ടുള്ള ബൈലാറ്ററൽ ആയിട്ടുള്ള വിഷയമാണ്. അതിന് കോൺഗ്രസിന് മനസ്സിലാകുന്നില്ല എങ്കിൽ എനിക്ക് കോൺഗ്രസിനോട് പറഞ്ഞു തരാൻ നൽകുന്ന ഏറ്റവും നല്ല ഉദാഹരണം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന നെൽസൺ മണ്ടേലയുടേതാണ്. നെൽസൺ മണ്ടേല ഈ മനുഷ്യത്വത്തിന് വേണ്ടി, പിന്നെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ഒക്കെ തന്നെ ഏതാണ്ട് 27 വർഷത്തോളം ജയിലിൽ കിടന്നു. അവസാനം അദ്ദേഹം പുറത്തു വരുന്നു. അവിടെ അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നു. അങ്ങനെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നത് രാജ്യമായിട്ടാണെങ്കിൽ പോലും പാലസ്തീന്റെ യാസർ അറാഫത്താണ്. എന്നാൽ പല വിദേശ രാജ്യങ്ങളും യാസർ അറാഫത്തിനെ ഒരു തീവ്രവാദിയായിട്ടാണ് കണ്ടത്. അപ്പോൾ വിദേശത്ത് ചെല്ലുന്ന സമയത്ത്, ഒരു തവണ ഒരു പ്രസ് മീറ്റ് നടക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് എല്ലാം എന്ത് ചോദ്യവും ചോദിക്കാം എന്നുള്ള ഒരു ഘട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ മണ്ടേലയോട് ചോദിച്ചത്, നിങ്ങൾ ഇത്രയും വലിയ ഈ മനുഷ്യ സ്നേഹത്തിന്റെ ഒക്കെ അപ്പോസ്തലനായി നിന്നിട്ട് നിങ്ങൾക്കിപ്പോൾ അധികാരം കിട്ടിയപ്പോൾ നിങ്ങൾ ഇതിനെ എല്ലാം മറന്നുകൊണ്ട് യാസർ അറാഫത്ത് എന്ന് പറയുന്ന ഒരു തീവ്രവാദിയെ നിങ്ങൾ എന്തിനാണ് കൂടെ വെക്കുന്നത് എന്നാണ് ചോദിച്ചത്. ആ ചോദിച്ച സമയത്ത് മണ്ടേല പറഞ്ഞ മറുപടി ഒരുപക്ഷെ ഇന്റർനാഷണൽ ഡിപ്ലോമസിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. നിങ്ങളൊരു രാജ്യത്തിനെ കാണുന്നത് പോലെയല്ല ഞങ്ങളൊരു രാജ്യത്തിനെ കാണുന്നത്. ആ രാജ്യം ഞങ്ങളോട് എന്താണോ ചെയ്യുന്നത് അതാണ് ഞങ്ങൾ അവർക്ക് തിരിച്ചു നൽകുന്നത്. വി കനോട്ട് ടേൺ അവർ ബാക്സ് ഓൺ പീപ്പിൾ ഹു സ്റ്റുഡ് വിത്ത് us when it was not fashionable to do so എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് എക്സലന്റ് ഡിപ്ലോമസി പൊസിഷനാണ്. ആ പൊസിഷനാണ് അദ്ദേഹം അവിടെ എടുത്തിരിക്കുന്നത്. ആ പൊസിഷനാണ് കറക്റ്റ്. പാകിസ്ഥാനെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇതിൽ അവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പല രാജ്യങ്ങളുടെയും വിഷയങ്ങൾ UN-ന്റെ വിവിധ ഫോറങ്ങളിൽ വരുന്ന സമയത്ത് അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരോട് സഹായിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്തിനെ അവർ തിരിച്ച് സപ്പോർട്ട് ചെയ്യും. ഇത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ഒരു കാര്യത്തിൽ അവർ ഇന്ത്യയുമായിട്ട് കമ്പീറ്റ് ചെയ്യുകയല്ല, ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഇവിടെ വോട്ടിനിടുകയല്ല. മറിച്ച് പാകിസ്ഥാൻ ഈ ഒരു അവർക്ക് ഇതിന് പ്രതിനിധി സംഘത്തിലേക്ക് അവർക്ക് വൈസ് ചെയർ കൊടുക്കണോ, അത് അവർ മാത്രമല്ല, റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളും ഇതിനകത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫ്രാൻസും ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഇതിലേക്ക് ഇത് കൊടുക്കണോ എന്നുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധമല്ല അവിടെ നോക്കുക. അവിടെ ഈ രാജ്യങ്ങൾക്ക് എന്താണ് നമ്മളുടെ മ്യൂച്വൽ ബന്ധം എന്നതാണ്. പാകിസ്ഥാന്റെ ഡിപ്ലോമസി ആ നിലയ്ക്ക് പല രാജ്യങ്ങളുമായിട്ട് നല്ലത് തന്നെയാണ്. നമുക്കുള്ളതുപോലെ തന്നെ അവർക്കതുമുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ നോക്കൂ. ഇപ്പോൾ ഈ സറണ്ടർ ആണ് വിഷയമെങ്കിൽ മോദി ട്രംപിന് വഴങ്ങി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള ഒരു മറു ആരോപണം ഉണ്ടാകും. അത് ഏകപക്ഷീയമല്ല. ഇപ്പോൾ ശ്രീ റോണി കെ ബേബി ചോദിച്ചു, പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിന്റെ പിന്നിൽ അവരുണ്ട് എന്ന് സമ്മതിച്ചോ എന്ന്. സമ്മതിച്ചു. താങ്കൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, കോൺഗ്രസ് ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ശശി തരൂർ അടക്കമുള്ള പിന്നെ നമ്മുടെ സൽമാൻ ഖുർഷിദ് അടക്കമുള്ള നേതാക്കന്മാർ ഈ ഫോറങ്ങളിൽ പറഞ്ഞതാണ്. കാരണം പാകിസ്ഥാന് ടെററിസ്റ്റ് ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്തത് ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ടാണ് അവർ തിരിച്ചടിച്ചത്. അല്ലെങ്കിൽ അവരെന്തിനെ തിരിച്ചടിക്കുന്നത്? പാകിസ്ഥാൻ പറയുന്നത് എന്താണ്? ടെററിസത്തിന്റെ ഏറ്റവും വലിയ ഇരയായിട്ടുള്ള ലോകത്തിലെ രാജ്യം പാകിസ്ഥാനാണെന്നാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തത് ഓപ്പറേഷൻ സിന്ദൂർ വഴി ഒരു സഹായമല്ലേ? ഈ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ ന്യൂട്രലൈസ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്തത്. പക്ഷെ അവർ തിരിച്ചടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ടെററിസ്റ്റുകൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നുള്ള പ്രഖ്യാപനമാണ്. TRF എന്ന് പറയുന്ന സംഘടനയാണ് ഇതിന് പിന്നിലെന്ന് 2 പ്രാവശ്യം അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം പാകിസ്ഥാന്റെ സമ്മർദ്ദം കൊണ്ട് അവർ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറി. ചൈനയിൽ അവർക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് UN-ന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് TRF എന്ന തീവ്രവാദ സംഘടനയുടെ പേര് ഒഴിവാക്കാനായിട്ട് പാകിസ്ഥാന് സാധിച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കുറ്റസമ്മതമാണ്. ഈ മരിച്ച തീവ്രവാദികൾ അവന്മാരുടെ ശവം കുഴിച്ചു മൂടുന്ന ചടങ്ങിൽ ഔദ്യോഗിക വേഷത്തിലാണ് പാകിസ്ഥാന്റെ പോലീസും പട്ടാളവും പങ്കെടുത്തത്.
എന്ന് വെച്ചാൽ അത് പാകിസ്ഥാന്റെ സമ്മതമാണ്. പിന്നെ അതല്ലാതെ റോണി കെ ബീബി പറയുന്ന നാളെ ഒരു വെള്ള പേപ്പറിൽ ഞങ്ങൾ ലഷ്കർ ഇ തൈബയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്റെ പൊന്നു ചേട്ടാ, അവര് പിന്നെ ഒസാമ ബിൻ ലാദൻ അവിടെ താമസിച്ചിരുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച ആൾക്കാരില്ല. സമ്മതിക്കില്ല. ഭീകരവാദികളെ വളർത്തുന്ന കേന്ദ്രമാണ് എന്ന് പാകിസ്ഥാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം അറിയാവുന്നതാണല്ലോ. മുൻപ് സമ്മതിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയെ സമ്മതിച്ചപ്പോൾ തന്നെ മുൻപ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു അല്ലെ, ഇപ്പോൾ ഇല്ല എന്ന്. അതെ അതെ, അത് അവരുടെ സമ്മതം. അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ ചേടിവേല ചെയ്തു എന്നാണ്. വി ഡിഡ് ദിസ് ഡർട്ടി ബിസിനസ് ഫോർ ഫോറിൻ കൺട്രീസ് എന്നാണ് പറഞ്ഞത്. പതിറ്റാണ്ടുകളോളം ഞങ്ങൾ ഇത് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇത് വഴിയെ പോയ ആൾക്കാരൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് അവിടുത്തെ ഗവൺമെന്റിൽ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു പരസ്യമായിട്ടുള്ള അഡ്മിഷൻ പാകിസ്ഥാനിലെ ഭരണത്തിലിരിക്കുന്ന ഒരാളിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടും അവരെ ആന്റി ടെറർ ഒരു യൂണിറ്റിന്റെ വൈസ് ചെയർ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഡിപ്ലോമസി അല്ല ചോദ്യം ചെയ്യേണ്ടത്, അത് തെരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളുടെ ധാർമ്മിക മൂല്യത്തിനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അതെല്ലാം ഇന്ത്യ പോയി കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അങ്ങനെ നടക്കുകയില്ല. പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം നോക്കൂ. ഇതിലൊരു മോറൽ ഹോഴ്സിന്റെ പുറത്ത് കയറി നിൽക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്ന മറ്റൊരു പരിപാടി 1971 സറണ്ടർ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. 1971 പോലും ഇന്ത്യയുടെ പൊസിഷനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? ഇൻഡിപെൻഡന്റ് വാർ അനലിസ്റ്റുകൾ, ഹിസ്റ്റോറിയൻസ് എത്രത്തോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, എത്രത്തോളം അനാലിസിസ് ഉണ്ടായിട്ടുണ്ട്. 100,000-ഓളം വരുന്ന പട്ടാളക്കാരെ യാതൊരു വിധത്തിലുള്ള ഉപാധികളും ഇല്ലാതെ വിട്ടയച്ചത്. ഈ ഇന്റർനാഷണൽ ബോർഡറായിട്ട് ലൈൻ ഓഫ് കൺട്രോളിനെ എടുക്കണോ അല്ലാതെ എടുക്കണോ എന്നുള്ള കാര്യത്തിലുണ്ടായിരുന്ന ഇന്ത്യയുടെ തീരുമാനം, ഈ കാര്യത്തിലെല്ലാം ഇന്ത്യ ചെയ്തിരുന്നത് കോംപ്രമൈസ് ആണ്, മറിച്ചൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഈ കോംപ്രമൈസിനെ നമ്മൾ സറണ്ടർ ആയിട്ടാണോ ചിത്രീകരിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വ്യാഖ്യാനമാണ്. ഈ വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മളൊരു ബാഹ്യ പ്രേരണ കാരണം തിരുത്തൽ വരുത്തിയിട്ടുണ്ട് എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുമോ? നമ്മൾ ആദ്യം മുതൽ പറയുന്നത് എന്താണ്? ഞങ്ങൾ എസ്കലേറ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകില്ല എന്നാണ്. ശരിയാണ്, അങ്ങനെ തന്നെയാണ്. ഭീകര കേന്ദ്രങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ശ്രീ മോഹൻ വർഗീസ്, ഈ സർവേയിലെ ഒരു ചോദ്യം എന്ന് പറയുന്നത് സിന്ധു നദീജല ഉടമ്പടി അത് അയൂബ് ഖാനുമായി ഒപ്പുവെച്ചതിലൂടെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യ താല്പര്യം ബലി കഴിപ്പിച്ചോ എന്നായിരുന്നു. അത് BJPയുടെ ആരോപണമാണ്. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ്, അങ്ങനെ രാജ്യ താല്പര്യം ബലി കഴിച്ചു എന്ന് പറയുന്ന രീതിയിലാണ് സർവേ ഫലം വന്നിരിക്കുന്നത്. താങ്കളുടെ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ എന്താണ്? ഇത് 1960 ഒരു കാര്യം 2025 ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അന്ന് അതിന് ദൃക്സാക്ഷികളായ, അതിന് സാക്ഷ്യം വഹിച്ച ആളുകളാരുമായിരിക്കില്ല ഈ പോളിൽ പങ്കെടുത്തത്. അപ്പൊ അന്നത്തെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ വേറിട്ട് കാണേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ വരുന്ന ഒരു കാര്യം എന്നാണ്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് അതിന്റെ ഭാഗമല്ല സിന്ധു നദീജല കരാർ. ഇന്ത്യയുടെ ഇന്റർമീഡിയറ്റ് ലെവൽ ഒബ്ജക്റ്റീവ് അതിന്റെയും ഭാഗമല്ല സിന്ധു നദീജല കരാർ. പക്ഷേ ഇന്ത്യയുടെ ലോങ് ടേം ഒബ്ജക്റ്റീവിന്റെ ഭാഗമാണ് പാകിസ്ഥാനുമായി അതിശക്തമായി ഇടപെടാൻ വിലപേശാനുള്ള ഏറ്റവും നല്ല ഉപാധി ജലം തന്നെയാണ്, അവരുടെ ജീവിത മാർഗം കൂടിയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഇത് മുഴുവൻ നമ്മുടെ കയ്യിലല്ലാതെ ഓർക്കണം. നമ്മൾ ലെറ്റ് us ബി റിയലിസ്റ്റിക്. ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നമ്മുടെ റിയലിസം എന്നൊരു കാര്യമുണ്ട്. ദേശീയ താല്പര്യവും ശക്തിയുമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. അതുകൊണ്ട് എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം നിന്നില്ല? അല്ലെങ്കിൽ പാകിസ്ഥാന് ഈ യുണൈറ്റഡ് നേഷൻസിന്റെ പല സമിതികളിൽ, തീവ്രവാദ വിരുദ്ധ സമിതികളിൽ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷ സ്ഥാനം, തീവ്രവാദ വിരുദ്ധ സമിതിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം, അതുപോലെ മറ്റ് ADB ലോണുകൾ തരപ്പെടുത്തി കൊടുക്കുന്ന സാഹചര്യം, അതുപോലെ IMFന്റെ ലോണിന്റെ രണ്ടാം ഗഡു റിലീസ് ചെയ്യാൻ സാഹചര്യം, ഇതെല്ലാം ഉണ്ടായത് ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ്. എന്തുകൊണ്ട് ഇന്ത്യയുടെ ഡിപ്ലോമസി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഓർക്കണം, ശ്രീജിത് പണിക്കർ സൂചിപ്പിച്ചതുപോലെ മറ്റ് രാജ്യങ്ങൾക്കും അവരുടേതായ ദേശീയ താല്പര്യമുണ്ട്. മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ എടുത്ത ചില നിലപാടുകൾ അവർക്ക് സ്വീകാര്യമാണ്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വിഷയം വരുമ്പോൾ അവർക്ക് അവരുടെ താല്പര്യം കൊണ്ട് നോക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ കെയർഫുള്ളായി പ്ലാൻ ചെയ്തത്. നമ്മുടെ ഇന്റർമീഡിയറ്റ് ടേം ഒബ്ജക്റ്റീവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലോകരാജ്യങ്ങളെ കൺവിൻസ് ചെയ്യുക. ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ ലോങ് ടേം ഒബ്ജക്റ്റീവ് ഇന്ത്യ മാത്രം വിചാരിക്കേണ്ട കാര്യമാണ്. അത് ജലം റിലീസ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ജലം ക്രമീകരിക്കുന്ന രീതിയിൽ ഇന്ത്യ മാറുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിക്കേണ്ടി വരും, ഉറപ്പായി കാല് പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരും. അവിടെയാണ് ഇവിടെ ലോങ് ടേം ഒബ്ജക്റ്റീവ്. മറ്റൊരു ലോങ് ടേം ഒബ്ജക്റ്റീവ് കൂടിയുണ്ട്. അതാണ് ബ്രാക്കറ്റിംഗ് ദ പാക് സ്റ്റേറ്റ് വിത്ത് ടെറർ. അത് നമ്മൾ പൂർണ്ണമായി നിറവേറ്റിയിട്ടില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ സ്റ്റേറ്റ് ആണ് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത്, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ് എല്ലാ ഭീകരതയുടെയും പിന്നിൽ എന്ന് പറഞ്ഞ് പതിവായി ഒഴിയുന്ന പാകിസ്ഥാൻ
ഇപ്രാവശ്യവും അതേ തന്ത്രം തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത്. അതിന് കുറെയൊക്കെ ടേക്കേഴ്സ് ഉണ്ട് താനും. അതുകൊണ്ടാണ് പാകിസ്ഥാനെ ഒരു ഭീകരരാജ്യമായി പ്രഖ്യാപിക്കാൻ ലോകം മുന്നോട്ട് വന്നിട്ടില്ല. ആ ഒരു കാര്യമായിരിക്കാം കോൺഗ്രസ് പാർട്ടി ഒരു പക്ഷേ മുന്നോട്ട് വയ്ക്കുന്നത്. ശരിയായ ചോദ്യങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇന്ത്യൻ സൈന്യത്തോട് അനാദരവ് കാട്ടുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം BJP നടത്തുന്നുണ്ട്. ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും അപ്പുറത്തെ പാകിസ്ഥാനിലെ ജനറലിന്റെയും പിക്ചറൊക്കെ വെച്ച് ശ്രീ അമിത് മാലിയ ട്വീറ്റ് ചെയ്യുന്നത് ശരിയാണെന്ന് നല്ല BJP-ക്കാർ പോലും പറയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല ഒരു പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ മറുപടി പറയുമ്പം അങ്ങനെയല്ല പറയേണ്ടത്. അതോടൊപ്പം ശ്രീ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ത്രാഷിംഗ്, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മുടെ സോൾജിയേഴ്സിന് ത്രാഷിംഗ് എന്ന് പറയുന്നത് അത് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ വേർഡാണ്. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ആർമിയെ കുറിച്ച് നമ്മൾ പറയാറില്ല. നമ്മൾ ആർമിയെ വളരെ സേക്രഡ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അവർ നമുക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്നതാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് കുറെ കൂടെ എന്താ പറയുക, സ്റ്റേറ്റ്സ്മാൻലി ആയി നമ്മൾ ഇടപെടുകയാണെങ്കിൽ അത് കോൺഗ്രസിനും ഗുണം ചെയ്യും, ഇന്ത്യക്കും ഗുണം ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഫോറിൻ പോളിസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പാകിസ്ഥാന്റെ ലോകത്തിലെ പ്രാധാന്യം എന്താ? ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിലെ ഏക ന്യൂക്ലിയർ പവർ, അതായത് ഏക ന്യൂക്ലിയർ ആംഡ് മുസ്ലിം സ്റ്റേറ്റ് അല്ലെങ്കിൽ മുസ്ലിം നേഷൻ പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക് ന്യൂക്ലിയർ ബോംബാണ് തങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ഇന്ത്യ ഒരുപാട് കാലമായി OIC അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനിൽ നമ്മൾ ഒബ്സർവർ സ്റ്റാറ്റസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇന്ത്യക്ക് അത് ലഭിക്കാറില്ല. നമ്മളത് ചെയ്യുന്നത് നമുക്ക് അവരോട് കൂടുതൽ അടുത്ത് നിൽക്കാനും അതോടൊപ്പം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനിൽ നമ്മൾ ഒബ്സർവർ സ്റ്റാറ്റസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ വ്യൂ പോയിന്റ് മുസ്ലിം ലോകത്തോട്, മുസ്ലിം ഉമ്മയോട് കുറെ കൂടെ വിളിച്ചു പറയാനും മറ്റും കഴിയും. ആ മുസ്ലിം രാജ്യങ്ങൾ തന്നെ 57-ൽ പരം മുസ്ലിം രാജ്യങ്ങളുണ്ട്. അതിൽ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയാണ് കൂടുതൽ പാകിസ്ഥാനേക്കാൾ പിന്തുണയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ രാജ്യങ്ങൾ UAE പോലത്തുള്ള രാജ്യങ്ങൾ, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ഡിപ്ലോമാറ്റിക് ചരിത്രപരമായ മലയാളികൾ പോലും റീസണാണ്. എന്നാൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ടർക്കി പോലെ രാജ്യങ്ങളുണ്ട്. അപ്പം നമ്മളുടെ ഈ വേൾഡ് പൊളിറ്റിക്സിൽ നമുക്ക് നമ്മുടെ പോയിന്റ് മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളില്ലേ ഇപ്പൊ എടുത്തിരിക്കുന്ന പോലത്തുള്ള മിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ലോകത്തിലെ പ്രാധാന്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ബഹുസ്വരത, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യ വിജയമാണ്. എന്നും പാകിസ്ഥാനേക്കാൾ സോഫ്റ്റ് പവർ ഇന്ത്യക്കാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ഏത് കോണ്ടെക്സ്റ്റ് സംസാരിക്കുമ്പോഴും ഇവരുടെ വാക്കുകളാണ് ലോകത്തിൽ കേൾക്കുന്നത്. ഇപ്പൊ അവിടെ ഡൊണാൾഡ് ട്രംപും എതിർകക്ഷി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ റഷ്യയിലെ പുടിനും എതിർകക്ഷി എന്ന് പറയുന്ന പോലെ, അപ്പോൾ താഴെയുള്ളവർക്ക്, അതായത് ടോപ്പ് ലെവലിൽ നിൽക്കാത്തവർക്ക് എന്ത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ലെവലിൽ നിൽക്കുന്ന ഒരാൾ ത്രാഷിംഗ് പോലുള്ള വാക്കുകൾ ഉപയോഗിക്കുക, സറണ്ടർ എന്ന വാക്ക് ഉപയോഗിക്കുക. നമ്മൾ ഡൊണാൾഡ് ട്രംപിന്റെ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഡൊണാൾഡ് ട്രംപിന് എന്ത് വേണമെങ്കിൽ പറയാം. അതുപോലത്തുള്ള സ്വാതന്ത്ര്യം ബാക്കി ലോക നേതാക്കൾക്കില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി കുറെ കൂടെ ഒരു സ്റ്റേറ്റ്സ്മാൻലി ആയി ചെയ്യുകയാണെങ്കിൽ, ഇനി ശ്രീ ശശി തരൂർ ആ കാര്യത്തിലൊരു മാതൃകയാണ്. ശ്രീ ശശി തരൂർ ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് ക്വാളിറ്റിയും ക്യാപിറ്റലും നാളെ തിരിഞ്ഞ് നരേന്ദ്രമോദിയോടൊരു ചോദ്യം ചോദിച്ചാൽ ശ്രീ മോദിജി കൂടുതൽ ഡിഫൻസീവിലാവത്തേ ഉള്ളൂ. അങ്ങനെ ചോദിക്കില്ലയോ നമുക്കറിയില്ല. പക്ഷേ ചോദിച്ചാൽ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റലിജൻസ് ഫെയിലിയർ അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കണം. പക്ഷേ ചോദ്യം ചെയ്യേണ്ട സമയം, കോണ്ടെക്സ്റ്റ്, ഇത്തരം കാര്യങ്ങൾ അതിൽ പ്രധാനമാണ്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മുസ്ലിം ലീഗിന്റെ അടക്കം നിലപാടുകൾ, നമ്മുടെ സാദിഖ് അലി തങ്ങളുടെ അടക്കം നിലപാടുകൾ കുറെ കൂടെ പോസിറ്റീവായിരുന്നു ഈ ഫോറിൻ ഡെലിഗേഷനെ കുറിച്ചൊക്കെ. അപ്പൊ രാജ്യം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ബാക്കി എല്ലാം മാറ്റി ഒരുമിച്ച് നിൽക്കണം. തിരിച്ചു വന്ന് അതിശക്തമായ ചോദ്യങ്ങൾ ചോദിക്കണം. മോദിജിയോട് ചോദിക്കണം, ശ്രീ അമിത്ഷായോട് ചോദിക്കണം, അജിത് ഡോവലിനോട് ചോദിക്കണം, നമ്മുടെ ഇന്റലിജൻസിന്റെ ഫെയിലിയറിനെ കുറിച്ച് ചോദിക്കണം. പക്ഷേ ചിലതിന് ചില സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം ശ്രീ രാഹുൽ ഗാന്ധി പാകിസ്ഥാനി എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ചർച്ച അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: മോദിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ നരേന്ദ്ര സറണ്ടർ പരാമർശത്തോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നവർ 48%, യോജിക്കാത്തവർ 50%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.